ഇഡ്ഡലിക്കും ചോറിനൊക്കെ കൂട്ടാൻ സാമ്പാർ വെക്കുന്നു. പുളിക്ക് പകരം ചാമ്പങ്ങ ഇടുന്നു. കോവയ്ക്ക, കിഴങ്ങ്, തക്കാളി, സബോള, പരിപ്പ്, ഇതാണ് സാമ്പാറിൻ്റെ ഐറ്റംസ്. ഇഡ്ഡലി വെന്തു. ഇനി തീ എടുത്തിട്ട് ചൂടാകുമ്പോൾ എടുക്കാം. 2 മണിക്കൂർ വെള്ളത്തിട്ട പരിപ്പിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നു. അതിന് ശേഷം വിസിലടിച്ച് കഴിയുമ്പം പുളി ചേർക്കാം. ചാമ്പങ്ങ പുളി. മൂന്ന് വിസിലടിച്ച് തീ എടുത്തി ചൂടാറുമ്പം തുറന്നിട്ട് പുളിയിടാം. കുക്കറിൻ്റെ ചൂടാറി തുറന്നിട്ട് ഉപ്പും മഞ്ഞളും പുളി ചേർക്കും. പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് നിന്ന് ഇനി പുളി ചേർക്കുന്നു. ഉപ്പും മഞ്ഞളും ചേർത്ത് തിളപ്പിക്കാൻ വെക്കുന്നു. ഉപ്പും മഞ്ഞളും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഇനി ഇത് കുക്കർ വെക്കാതെ വെയിറ്റ് വെക്കാതെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കും. ചാമ്പങ്ങ വേകാൻ വേണ്ടി വെക്കണം. ചാമ്പങ്ങ വെള്ളം ചേർത്ത് ഉപ്പ് മഞ്ഞൾ ചേർത്തിട്ട് അടുപ്പിലൊന്നുകൂടെ വെച്ച് ആവി സ്റ്റീം വരുന്നതിന് വരെ വെക്കും. സ്റ്റീം വന്നു കഴിയുമ്പോൾ വീറ്റ് വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെക്കാം. സ്റ്റീം വന്നു തുറന്നിട്ട് അതിൽ സാമ്പാർ പൊടി ചേർക്കും. ഇതിൽ 2 കറി സാമ്പാർ പൊടി ഇനി ഇത് മൂടി വെച്ച് വേവിക്കുന്നു. വേകാത്ത ചാമ്പങ്ങയൊക്കെ വേകാൻ വേണ്ടി. ഈ സാമ്പാറിന് കടുക്, ഉള്ളി, കറിവേപ്പില ഇതൊക്കെ വറുത്തിടും. കുക്കറിൻ്റെ തീ കെടുത്തി വെയിറ്റ് വെച്ച് തീ കെടുത്തി ഇനി ചൂടാറുമ്പോൾ പൊക്കിയെടുക്കാം. കുക്കറിൻ്റെ ചൂടാറി കുക്കർ തുറന്നതിലേക്ക് സബോളയും കറിവേപ്പിലയൊക്കെ വഴറ്റിയിടുന്നു. എണ്ണ അടുപ്പത്ത് വെച്ചു. ഉലുവയൊക്കെ കിട്ടി സാമ്പാറിൽ ചേർക്കുന്നു. കവല വെച്ച് സാമ്പാറിലേക്ക് കവല വെച്ച് സാമ്പാർ റെഡി. ഓരോ സാമ്പാർ ഈ സാമ്പാർ ഇതിനൊന്നും കൂട്ടാം. പരിപ്പ് തക്കാളി സാമ്പാർ.